ഇതുപോലെ ഇങ്ങനെ ഒരു സിനിമ ഞാൻ കണ്ടിട്ടേ ഇല്ല. സഹിക്കാൻ കഴിവുള്ളവർ മാത്രം കയറി വന്നാൽ മതി. ഇന്ത്യയിൽ പോലും ഇങ്ങനത്തെ വയലൻസ് ഒരു അതിപ്രസരമായിപ്പോയി. കാരണം ഇവർ പറഞ്ഞിട്ടുള്ളത് വയലൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത്രത്തോളം എക്സ്പെക്ട് ചെയ്തിട്ടാണ് വന്നത് വയലൻസ്. ഈവൻ സിനിമയുടെ ഈ ഒരു ഇതിന് സർട്ടിഫിക്കറ്റ് ഓൺലൈനിലൊക്കെ ഭയങ്കരമായിട്ട് ഷെയർ ആവുന്നുണ്ട്. അതിനകത്ത് പറഞ്ഞു ഇന്ന സീനൊക്കെ ഉണ്ടെന്ന് പറയും. അങ്ങനെ എക്സ്പെക്ട് ചെയ്തിട്ട് പോലെ അതിനേക്കാളും ഹൈ ലെവലിലായിട്ടുള്ള ോട്ട് വന്നു. ഇനിയിപ്പം മോഹൻലാലിന്റെ സ്ഥാനത്ത് പോകുന്നോ ആ ഒരു ബ്രൂട്ടൽ ലെവലായിട്ടുള്ള വയലൻസ് ആയിരിക്കും. അത് എത്രത്തോളം പേർക്ക് ഇഷ്ടപ്പെടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ഇതുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഒന്ന് മാറ്റി നിർത്തി നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ടാകാൻ. പുള്ളി പെടുവാണ്. പുള്ളി ഇത് നല്ല രീതിയിൽ നമ്മുടെ ഉണ്ണിമൂന്തൻ കരിയറിൽ പുള്ളി ചെയ്തിരിക്കുന്ന ആക്ഷൻ കുറേ നാൾ കൊണ്ട് ഉണ്ണിമൂന്തൻ ആക്ഷൻസും ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ പുള്ളിയുടെ ഫുൾ പൊട്ടൻഷ്യൽ സ്വാഗുള്ള ആക്ടർ ഞാൻ കണ്ടിട്ടില്ല. പുള്ളി അയാളുടെ ഫുൾ പൊട്ടൻഷ്യൽ സിനിമയിൽ എടുക്കുന്നുണ്ട്. പിന്നെ ഡയറക്ടർ പറഞ്ഞ പോലെ വയലൻസ് കൊണ്ടൊരു ആറാട്ടാണ്. നമുക്ക് ഒരു സെക്കൻഡ് ഹാഫിൽ എനിക്കാണെങ്കിൽ ഹാർട്ട് ബീറ്റ് കൂടിപ്പോയി. ചില വയലൻസൊക്കെ കാലത്ത് താങ്ങാൻ പറ്റുന്നില്ല, ഇത്രത്തോളം താങ്ങാൻ പറ്റുന്നില്ല. ഈ സിനിമ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ ആൾക്കാർക്കും ഈ സിനിമ ഉൾക്കൊള്ളണമെന്നില്ല. കാരണം ഇതൊരു സ്റ്റൈലിഷ് മൂവിയാണ്, ഒരു ആക്ഷൻ റിലേറ്റഡ് മൂവിയാണ്, ഇതൊരു സ്റ്റോറി റിലേറ്റഡ് മൂവി അല്ല. അപ്പോൾ ആ മെൻറ്റാലിറ്റിയുള്ള ആൾക്കാർ ഈ സിനിമ ഉണ്ടാക്കിയ കാര്യമുള്ളൂ. പിന്നെ 18 വയസ്സുള്ള താഴെയുള്ള ആൾക്കാർ ഈ സിനിമ കാണാതിരിക്കുക. കാരണം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. എത്ര പേരെ കൊല്ലുന്ന അവർക്ക് തന്നെ കണക്കുണ്ടോയെന്ന് അറിഞ്ഞുള്ളൂ. കാരണം കാണുന്നവരെയൊക്കെ കൊല്ലുവാണ്. എനിക്ക് സിനിമ പേഴ്സണലി ഇഷ്ടപ്പെട്ടു, ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല സിനിമയാണ്. എൻ്റെ കരിയറിലൊക്കെ ബെസ്റ്റ് ഫിലിം തന്നെയാണ്. പലർക്കും പല അഭിപ്രായമായിരിക്കും. എനിക്ക് പടം ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം അങ്ങനെ ഒരു സ്ട്രാഗ് ഈ സിനിമയ്ക്കുണ്ട്. തന്നെ പോയാൽ ഇത് മലയാളത്തിലെ ഒരു ഭയങ്കര ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ആവാൻ പോകുന്ന ഒരു പടമാണ്. ജഗദീഷിൻ്റെ ജഗദീഷിന് ഹൈപ്പ് കൊടുക്കുന്ന ഒരു പടം എടുത്താണ് എനിക്ക് തോന്നിയത്. ജഗദീഷിൻ്റെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. കറക്റ്റ് ഒരു കംപ്ലീറ്റ് ആക്ടർ ലെവലിലോട്ട് വന്നു. ഇനിയിപ്പം മോഹൻലാലിൻ്റെ സ്ഥാനത്ത് പോകുന്നതൊന്നുമില്ല. അതായത് ജഗദീഷ് വന്നത് കയറിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഉണ്ണിമൂന്നിൻ്റെ ആക്ടിങ് എല്ലാം അടിപൊളിയായിരുന്നു. ടോട്ടലി അടിപൊളി പടം. അത്രയ്ക്ക് വയലൻസ് സഹിക്കാൻ കഴിവുള്ളവർ മാത്രം കയറി വന്നാൽ മതി. ഇത് സഹിച്ചിരുന്ന് കാണാൻ പറ്റുന്നവർ മാത്രം വന്നാൽ മതി. വിഷ്വലായാലും സൗണ്ട്സ് ആയാലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും ഏത് ഇതിൽ നോക്കിയാലും വേറെ ലെവൽ. സഹിച്ചിരുന്ന എല്ലാം അത്യാവശ്യമാണെന്ന് പറയാം. ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ രീതിയിലായിട്ടുണ്ട്. ബെസ്റ്റ് ആയിരിക്കും 100%. ക്രിസ്മസ് മൂവി. ഒരു വയലൻസ് നിങ്ങൾ കണ്ടു കാണുമെന്ന് എനിക്കറിഞ്ഞൂടാ. ആ അനിമലിന്റെ ഒക്കെ അങ്ങേയറ്റം ഉണ്ണിമൂന്തന്റെ ഒക്കെ തകർപ്പൻ പെർഫോമൻസ്. ആ ക്ലൈമാക്സിലൊക്കെ അതിന് മുമ്പേ ഒരു ഫൈറ്റ് ഉണ്ട്. അതൊക്കെ ഒരു രക്ഷയില്ല. സത്യം ഇത് നിങ്ങൾ മസ്റ്റ് വാച്ചാണ്. പക്ഷേ നിങ്ങൾ അത്ര ഇതോടെ കാണുള്ളൂ. ഇങ്ങനത്തെ ഒരു പടം നിങ്ങൾ കണ്ട് കാണത്തുമില്ല. ഇങ്ങനെ ആദ്യമായിട്ടാണ് ഇത്രയും നല്ല ഇഷ്ടപ്പെട്ട. ഇതുപോലെ ഇങ്ങനെ ഒരു സിനിമ ഞാൻ കണ്ടിട്ടേ ഇല്ല. അത്ര നല്ലത്. വയലൻസ് നല്ല ഇഷ്ടപ്പെട്ടു. ഉണ്ണിമൂന്തൻ തകർത്ത് അഭിനയിച്ചിരിക്കുന്നു. ഇത്രയും നല്ല കണ്ടിട്ടേ ഇല്ല. എല്ലാവരും കണ്ടിരിക്കേണ്ട സിനിമയാണ്. കൊള്ളാം. എന്നാലും ഉണ്ണിമൂന്തൻ എടുത്തു പറയേണ്ട ഒരു കൊള്ളാം, നല്ലതാണ്. ചെറിയൊരു മാതിരിയുള്ള സീനൊക്കെ ഉണ്ടായിരുന്നല്ലോ. ജഗദീശ് എല്ലാവരും ഒരു നോർമലാണ്. KGF-ലും ചോദിച്ചാൽ വലിയൊന്നും തന്നെ പറയാം. എത്രയുള്ളവരും ഉണ്ടായിരുന്നു. ഏറ്റവും ബെസ്റ്റ് ഇത് തന്നെയായിട്ട് കണ്ടോണ്ടിരിക്കാൻ ലേഡീസ് ഓഡിയൻസ് എനിക്കറിയില്ല. ബിക്കോസ് അതിനകത്ത് കുറേ സീൻസ് വരുന്നുണ്ട്. അപ്പം ടെറിഫിക് വയലൻസ് തന്നെ പറയാം എന്നേ ഞാൻ പറയാനുള്ളൂ. അത്രേ ഉള്ളൂ.